വിൻസർ ആപ്പിൽ ഡാറ്റ മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാം? അതായത് ഞാൻ ഈ ഫോണിൽ ചെയ്ത ഡാറ്റ എനിക്ക് മറ്റൊരു ഫോണിലേക്ക് എങ്ങനെ എത്തിക്കാം? എൻ്റെ തന്നെ മറ്റൊരു ഫോണിലേക്കോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഫോണിലേക്കോ ഞാനിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഒന്നും നഷ്ടപ്പെടാതെ എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു സാമ്പിൾ എന്നുള്ള നിലക്ക് 3 ടീമുകളെയും 18 മത്സരാർത്ഥികളെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സെറ്റപ്പിൽ പോയാൽ ഫെസ്റ്റിവൽ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, ടീംസ്, സെക്ഷൻസ് അങ്ങനെ തുടങ്ങി ഐറ്റംസ് എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 18ഓളം മത്സരാർത്ഥികളെയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ഫോട്ടോ, അവരുടെയൊക്കെ ഫോട്ടോയും ഉണ്ട്, ഫോട്ടോ ഇല്ലാത്തതുണ്ട്. അങ്ങനെ അവർക്കൊക്കെ കോൾ ലെറ്റർ കൊടുത്തു, മാർക്ക് എൻ്റർ ചെയ്തു, റിസൾട്ട് വരെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടീമിൻ്റെ പോയിൻ്റ്, കലാപ്രതിഭ എന്നുള്ള കാര്യങ്ങൾ, സ്റ്റേജ് ചാമ്പ്യൻ, ഓഫ് സ്റ്റേജ് ചാമ്പ്യൻ ഒക്കെ റെഡിയാണ്. ഈ ഒരു ഫയൽ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ മറ്റൊരു ഫോണിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അതിനാദ്യം നമ്മൾ സെറ്റപ്പിൽ പോയിട്ട് ഏറ്റവും താഴെ ഡാറ്റ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ഈ എക്സ്പോർട്ട് ബട്ടൺ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ഡാറ്റ മാനേജ്മെൻറ്റിൽ എക്സ്പോർട്ട് എന്നുള്ള ഈ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് കാണാൻ സാധിക്കും. അതിനർത്ഥം നമ്മുടെ ഈ എല്ലാ കാര്യങ്ങളും സേവ് ചെയ്തത് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മൾ ഫയൽ മാനേജറിൽ ചെന്നാൽ ഫയൽ മാനേജറിൽ ഡൗൺലോഡിൽ നമുക്ക് ആ ഫയൽ കാണാൻ സാധിക്കും, വിൻസറ ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇത് ശ്രദ്ധിക്കണം, ഈ ഫയലിൻ്റെ ഏറ്റവും ലാസ്റ്റ് JSON എന്നുള്ളൊരു ഫോർമാറ്റിലാണ് ഫയൽ സേവ് ആവുക. ഈ ഒരു ഫോർമാറ്റ് ആയാൽ മാത്രമേ നമുക്ക് ഇത് മറ്റൊരു ഫോണിൽ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇൻ കേസ് നമ്മൾ വാട്സപ്പിലൊക്കെ അയക്കുന്ന സമയത്ത് ഇത് മാറിയിട്ട് TXT എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോർമാറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് ഈ JSON എന്നുള്ള ഫോർമാറ്റിലേക്ക് തന്നെ ആക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ബാക്കപ്പ് എടുത്തു. ആ ബാക്കപ്പ് ഇനി ഇതിലേക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇതിൽ എല്ലാ ഡാറ്റയും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ ഓൾ ഡാറ്റ കൊടുക്കുന്നു. എല്ലാം ക്ലിയറായി ഉണ്ടോ, എല്ലാം 0 ആയി. പാർട്ടിസിപ്പൻസ് ഒന്നുമില്ല, കോഡ്സ് ഇല്ല, റിസൾട്ട് ഇല്ല, ഒന്നുമില്ല. ഇനി നമ്മൾ സെറ്റപ്പിൽ തന്നെ ഏറ്റവും താഴെ ഇമ്പോർട്ട് ബാക്കപ്പ് എന്ന ഓപ്ഷൻ കാണാം. ഇത് നോക്കിയിട്ട് ചൂസ് ഫയൽ കൊടുത്താൽ ഡൗൺലോഡ്സിൽ വരും. ഇതിൽ നിന്ന് നമ്മളെ ഫയൽ നമ്മൾ ചൂസ് ചെയ്യണം വേണ്ടത്. ഞാനിപ്പോൾ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് സോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഫയലാണ് നമ്മൾ എടുക്കേണ്ടത്, വിൻസറ ബാക്കപ്പ്. ലാസ്റ്റ് JSON എന്നുണ്ട്. ഞാൻ 8:47 അത് ബാക്കപ്പ് എടുത്തത്. അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ ലോഡായി. ആ ടീംസ് ഇവിടെ വന്നു, പാർട്ടിസിപ്പൻസ് എല്ലാം ഇവിടെ വന്നു, മാർക്ക്, റിസൾട്ട്, പോയിൻ്റ്, എല്ലാ കാര്യങ്ങളും ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പണിയുള്ളൂ മറ്റൊരു ഫോണിലേക്ക് ഇത് മാറ്റാൻ. അപ്പോൾ ഇത് നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ലാസ്റ്റ് JSON എന്നാണെന്ന് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം എന്തെങ്കിലും എററൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് മറ്റ് സിമ്പിളായിട്ടുള്ളൊരു വഴിയുണ്ട്. അതാണ് ഈ ഷെയർ ബട്ടൺ. ഈ ഷെയർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നേരിട്ട് ഷെയർ ആവും. നമുക്ക് ആരോ വാട്സപ്പിലേക്കാണോ അയക്കേണ്ടത് അതിലേക്ക് അയക്കാം. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അവസാനം കണ്ടോ .txt എന്നാണ്. ഇത് നമ്മളവിടെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് JSON എന്നാക്കിയാൽ മാത്രമേ നമ്മളെ ആപ്പിൽ അത് സപ്പോർട്ട് ആവുകയുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി.